നമസ്കാരം. സ്മാർട്ട് കോർ പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചോദ്യം: ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ഓപ്ഷൻസ്: എ രാജ്യസഭയിൽ, ബി ലോകസഭയിൽ, സി ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാം, ഡി ഭരണഘടനയിൽ ഈ കാര്യം പ്രത്യേകം അനുശാസിക്കുന്നില്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലോകസഭയിൽ. നമുക്ക് ലോകസഭയെ കുറിച്ച് വിശദമായി നോക്കാം. നമുക്കറിയാം, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ദ്വിമണ്ഡല സഭയാണ്. അതായത് ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും കൂടി ചേരുന്നതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മളോട് ചോദിച്ചത് ധനബില്ലിനെ കുറിച്ചാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ധനബില്ലുകൾ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. അതായത് ലോകസഭയിൽ പാസാക്കിയ ശേഷം ഇത് രാജ്യസഭയിലേക്ക് അയക്കാം. രാജ്യസഭയിലേക്ക് അയക്കുന്നുണ്ടെങ്കിലും രാജ്യസഭയ്ക്ക് ഇതിന്മേൽ കാര്യമായ നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല. അതായത് രാജ്യസഭയ്ക്ക് ഈ ബില്ലിൽ ഭേദഗതികൾ നിർദ്ദേശിക്കാൻ പറ്റുമെങ്കിലും ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനും നിരസിക്കാനുള്ള അധികാരം ലോകസഭയ്ക്കാണ്. ചുരുക്കി പറഞ്ഞാൽ ധനബില്ലുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ലോകസഭയ്ക്കാണ് കൂടുതൽ അധികാരം. അപ്പൊ നമുക്ക് ലോകസഭയെ കുറിച്ച് നോക്കാം. ലോകസഭ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്നതാണ് ലോകസഭ. ലോകസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 81 ലോകസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17 ഹൗസ് ഓഫ് പീപ്പിൾ എന്ന പേര് മാറ്റി, അതായത് ജനങ്ങളുടെ സഭ നമ്മൾ പറഞ്ഞു, ഹൗസ് ഓഫ് പീപ്പിൾ എന്ന പേര് മാറ്റി ലോകസഭ എന്ന ഹിന്ദി നാമം സ്വീകരിച്ചത് 1954 മെയ് 14 നമ്മൾ ഓൾറെഡി പറഞ്ഞു. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 110 മണി ബില്ലിന്റെ പ്രത്യേക നടപടിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 109 നമ്മളെ ദ്വിമണ്ഡല സഭയിൽ അടുത്തത് രാജ്യസഭ. രാജ്യസഭ നമ്മള് ലോകസഭയെ നമ്മള് അധോസഭ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ ഉപരിസഭ എന്നറിയപ്പെടുന്നതാണ് രാജ്യസഭ. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നുണ്ട്. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3 കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന പേര് മാറ്റി രാജ്യസഭ എന്ന ഹിന്ദി നാമം സ്വീകരിച്ചത് 1954 ഓഗസ്റ്റ് 23 രാജ്യസഭയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 80 അതായത് പാർലമെന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 79 രാജ്യസഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 80 ലോകസഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 81 രാജ്യസഭയെ ഉപരിസഭ, അപ്പർ ഹൗസ് അല്ലെങ്കിൽ മുതിർന്നവരുടെ സഭ, സംസ്ഥാനങ്ങളുടെ സഭ എന്നൊക്കെ അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. നമുക്ക് ലോകസഭയുടെയും രാജ്യസഭയുടെയും അധികാരങ്ങൾ നോക്കാം. SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. ലോകസഭയുടെ അധികാരങ്ങൾ: യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നു. ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. ധനബില്ല് മാത്രമല്ല, ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. നികുതി ചുമത്തൽ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബഡ്ജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു. ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ, തീരുമാനങ്ങൾ, പ്രമേയങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. ഭരണഘടന ഭേദഗതി ചെയ്യുന്നു. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തെരഞ്ഞെടുക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ നീക്കം ചെയ്യുന്നു. കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ലോകസഭയുടെ അധികാരങ്ങൾ. ഇതേപോലെ രാജ്യസഭയുടെ അധികാരങ്ങൾ ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ധനബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ധനബില്ലിന് മേലെ പൂർണ്ണമായ അധികാരം ലോകസഭയ്ക്കാണ്. അപ്പൊ രാജ്യസഭയ്ക്ക് അതില് ഭേദഗതികൾ നിർദ്ദേശിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ധനേതര ബില്ലുകൾ പക്ഷെ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യാം. ധനബില്ലുകൾക്ക് ഭേദഗതികൾ മാത്രം നിർദ്ദേശിക്കുന്നു. ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കുക, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തെരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിന് നൽകുവാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ്.
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാവുന്നത്? ഓപ്ഷൻസ്: എ സുപ്രീം കോടതി, ബി ഹൈക്കോടതി, സി സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാം, ഡി ജില്ലാ കോടതി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹൈക്കോടതി. അതിൽ നമുക്ക് ഓപ്ഷൻ സി ഒരു സംശയം തോന്നാം, സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചുകൂടെ എന്നുള്ളത്. നമുക്ക് വിശദമായി നോക്കാം. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 226 പ്രകാരം മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയും. സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുന്നത് അനുച്ഛേദം 32 ഉപയോഗിക്കുന്നത്. അതായത് ചോദ്യത്തിൽ പ്രത്യേകം അനുച്ഛേദം 226 എന്ന് എടുത്തു പറഞ്ഞത് കൊണ്ട് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ്. നേരത്തെ നമ്മൾ ദ്വിമണ്ഡല സഭ പറഞ്ഞു, അതും ബ്രിട്ടനാണ്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നതും ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമാണ് ഉള്ളത്. സുപ്രീം കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 32. അതേപോലെ ആർട്ടിക്കിൾ 226 ആണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന റിട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. അത് ആദ്യത്തേത് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറന്റ്. അപ്പോൾ ഈ 5 റിട്ടുകളിൽ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ നിയമവിരുദ്ധമായി തടഞ്ഞു വെച്ചിരിക്കുന്ന, അതായത് നിയമവിരുദ്ധമായി തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇത് ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ലഭിക്കട്ടെ എന്ന് തുടങ്ങിയ ലാറ്റിൻ പദത്തിൽ, അതായത് ഇതൊരു ലാറ്റിൻ പദമാണ്. ഇതിന്റെ അർത്ഥമാണ് ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ലഭിക്കട്ടെ എന്നൊക്കെ പറയുന്നത്. അടുത്തത് മാൻഡമസ്. ഒരു പൊതു അധികാരിയോട് അവരുടെ ഔദ്യോഗിക കടമ നിർവഹിക്കാൻ ഉത്തരവിടുന്ന റിട്ടാണ് മാൻഡമസ്. അതായത് ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ് ഈ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. അടുത്തത് പ്രൊഹിബിഷൻ. കീഴ്ക്കോടതികളെ അവരുടെ അധികാര പരിധി ലംഘിക്കുന്നതിൽ നിന്ന് തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് വിലക്കുന്നു എന്നാണ് ഈ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. അടുത്തത് സെർഷ്യോററി. കീഴ്ക്കോടതികൾ പുറപ്പെടുവിച്ച ഉത്തരവുകൾ റദ്ദാക്കാനോ പുനഃപരിശോധിക്കാനോ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. വിവരം നൽകുക അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. അവസാനത്തത് കോ വാറന്റും. അതായത് ഒരു വ്യക്തി ഏത് അധികാരത്തിലാണ് ഒരു പൊതു പദവി വഹിക്കുന്നത് എന്ന് ചോദിക്കാൻ ഉപയോഗിക്കുന്ന റിട്ടാണ്. അതായത് എന്ത് അധികാരത്തിലാണ്, ഏത് അധികാരത്താൽ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. 5 റിട്ടുകളാണുള്ളത്: ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി ആൻഡ് കോ വാറന്റ്. അടുത്ത ചോദ്യം: വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻസ്: എ 61 ഭേദഗതി, ബി 42 ഭേദഗതി, സി 73 ഭേദഗതി, ഡി 76 ഭേദഗതി. ഉത്തരം ഓപ്ഷൻ എ ആണ്, 61 ഭേദഗതി. 1989 61 ഭേദഗതി. ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. നമുക്ക് മറ്റു ഭേദഗതികളിലേക്ക് പോകാം. ഓപ്ഷനിലുള്ള അടുത്തത് 42 ഭേദഗതി. 1976 42 ഭേദഗതി വരുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42 ഭേദഗതി. 42 ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. ഈ ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതിയാണ് 42 ഭേദഗതി. 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിനുണ്ടായ പ്രധാന മാറ്റം എന്ന് പറയുന്നത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം, ആദ്യം ഉണ്ടായിരുന്നത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു, അതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി.
അപ്പൊ ആ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നൊക്കെ. അതായത് രാജ്യത്തിന്റെ ഐക്യം എന്നുള്ളിടത്ത് ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണിത്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക് സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിന്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഭരണഘടനയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ആണ്, അതായത് ആമുഖത്തിൽ പരാമർശിക്കുന്ന ഒരേ ഡേറ്റ് ആണ് 1949 നവംബർ 26. 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗം എന്ന് പറയുന്നത് ഭാഗം 4A ആണ്. മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 4A. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം 10 ആണ്. അതായത് നിലവിൽ 11 മൗലിക കടമകൾ ഉണ്ട്. 42ാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്ന 3 ലിസ്റ്റ് ഉണ്ട്. ഇതിൽ 42ാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട 5 വിഷയങ്ങളുണ്ട്. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്ക സമ്പ്രദായം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ്. അടുത്തത് 73ാം ഭേദഗതി. പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചത് 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഈ ഭേദഗതി നിലവിൽ വന്ന വർഷം 1993 ഏപ്രിൽ 24-നാണ്. 2010 മുതൽ ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നു. ഇതേപോലെ ഈ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗമാണ് ഭാഗം 9. ഈ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണ് 11ാം പട്ടിക. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23-നാണ്. 73ാം ഭേദഗതി നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-ന്. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23-ന്. മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക്, അതായത് നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിക്കാൻ കാരണമായ ഭേദഗതിയാണ് 74ാം ഭേദഗതി. സ്വത്തവകാശത്തെ അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഭേദഗതി 44-ആണ്. ഇത് പ്രധാനപ്പെട്ട ഭേദഗതിയായതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിന്ന് ലോകസഭ, രാജ്യസഭ, അതേപോലെ റിട്ടുകൾ പിന്നെ ഭേദഗതിയുമാണ് പഠിച്ചത്. പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മൾ രാജ്യസഭ പറയുമ്പോൾ രാജ്യസഭയ്ക്ക് കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭ ഒരു സ്ഥിര സഭയാണ്. 6 വർഷം രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. പക്ഷെ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, അതൊരു സ്ഥിര സഭയാണ്. പിന്നെ മണി ബില്ലിനെ കുറിച്ച് പറഞ്ഞു, ലോകസഭയുടെയും രാജ്യസഭയുടെയും അധികാരങ്ങളെ കുറിച്ചും പറഞ്ഞു. റിട്ടുകൾ, പിന്നെ ഭേദഗതികളിൽ പ്രധാനപ്പെട്ടത് വോട്ടിംഗ് പ്രായത്തിന്റെ ഭേദഗതി, അതായത് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18ആയി കുറച്ചത് 61ാം ഭേദഗതി. പിന്നെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത് 42ാം ഭേദഗതി. 73ഉം 74ഉം 73ാം ഭേദഗതി പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ സാധുത അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ചു. 74 തദ്ദേശ സ്വയംഭരണ, അതായത് മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിക്കാൻ കാരണമായ ഭേദഗതിയാണ്. പിന്നെ 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. താങ്ക് യു.